ഈശ്വരയ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. മത്തായി 10:12. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ഐക്യപ്പെടുമ്പോൾ, കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് മറ്റൊരാളുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായി നൽകേണ്ട ഒരു കാര്യമാണ് സമാധാനം എന്ന് ഈശോ നമ്മളോട് ഉറപ്പിച്ചു പറയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10:12. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. നമുക്കറിയാം, നമ്മൾ വിളിക്കപ്പെടുന്നത് ഈശോമിശിഹായെ കുറിച്ച് സംസാരിക്കുവാനും നിത്യജീവനെ കുറിച്ച് സംസാരിക്കുവാനും അവരുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ അവരുടെ ഹൃദയം കലുഷിതമായിരുന്നാൽ എങ്ങനെ അത് സാധ്യമാകും? ഒരിക്കലും അത് സാധ്യമല്ല. ആ വേളയിലാണ് ഈശോ ഉറപ്പിച്ച് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. സമാധാനം അവർക്ക് നൽകുക. അപ്പോൾ അവരുടെ ആകുലതകൾ ശമിക്കും. ആകുലതകൾ എല്ലാം ശമിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും സ്നേഹം ഉൾപ്പെടെ സ്വീകരിക്കുവാനും അത് മനസ്സിലാക്കുവാനും പറ്റുന്ന വിധത്തിലേക്ക് അവരുടെ ഹൃദയങ്ങൾ തുറക്കും. അപ്പോൾ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ കൂട്ടായ്മയും നമ്മുടെ സ്നേഹവും അവർക്ക് മനസ്സിലാക്കാനുമായിട്ട് കഴിയും. അതുകൊണ്ട് ആദ്യം അവർക്ക് സമാധാനം ആശംസിക്കുക. സമാധാനം ദൈവം നൽകും എന്ന് ഉറപ്പിച്ച് പറയുവാനായി നമുക്ക് ശ്രമിക്കാം. ആമേൻ.